എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവേരി നദിയും കടന്ന് ഹൈദരാബാദിലേക്കുള്ള എൻ്റെ യാത്ര തുടരുകയാണ്. അങ്ങനെ രാത്രിയായപ്പോൾ വണ്ടി സേലത്തെത്തി. ഇവിടെ വന്നപ്പോൾ ഇവിടെ നമുക്ക് കാണാം യാത്രക്കാരുടെ എണ്ണം വളരെ കുറവുള്ളതായിട്ട്. സാധാരണ സേലത്തെ റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞതാണ്. നേരം വെളുത്തപ്പോൾ കാണുന്നത് തെലങ്കാനയുടെ വിശാലമായ കൃഷിഭൂമിയിലൂടെയാണ് ട്രെയിൻ പോകുന്നതെന്ന് മനസ്സിലായി. തെലങ്കാനയിലെ ഫലഭൂയിഷ്ടമായ കറുത്ത മണ്ണും അങ്ങ് ദൂരെ തല ഉയർത്തി നിൽക്കുന്ന ധാരാളം കരിമ്പനകളുമൊക്കെ നമുക്ക് കാണാം ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ. വിശാലമായി പരന്നു കിടക്കുന്ന കൃഷിഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വലിയൊരു മലയുടെ സമീപത്താണ്. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അത് വലിയൊരു പാറയുടെ മലയാണ്. ആ പാറമല ഇപ്പോൾ ഒരു ക്വാറിയായി പ്രവർത്തിക്കുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു വർഷം എത്ര ടൺ പാറ ആയിരിക്കും ഇതിൽ നിന്ന് പൊട്ടിച്ച് പല ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന്. ഇത് കൃഷ്ണ റിവറാണ്. അതും കടന്ന് വിജനമെന്ന് തോന്നിക്കുന്ന സ്ഥലത്തിലൂടെ ട്രെയിൻ വീണ്ടും പോവുകയാണ്. അങ്ങ് ദൂരെ കാണാം ഒരു ഫാക്ടറി. ഇപ്പോൾ വളരെയധികം ട്രാക്കുകളുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും ട്രെയിൻ സാവധാനം നീങ്ങി തുടങ്ങി. ഇപ്പോൾ ട്രെയിൻ നഗരഭാഗത്തേക്ക് അടുത്തു എന്ന് തോന്നുന്നു. അങ്ങിങ്ങായി പല കെട്ടിടങ്ങളും കണ്ടു തുടങ്ങി. ഇപ്പോൾ ട്രെയിനിനുള്ളിൽ നല്ല തിരക്കായി. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകളും സെക്കന്ദരാബാദിനും ഹൈദരാബാദിനുമാണ് പോകുന്നത്. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ ഞാൻ പോകുന്ന ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് കടന്നു പോകുന്നത് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് വന്ദേ ഭാരത്. സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനോട് അടുക്കുമ്പോൾ നമുക്ക് കാണാം നിർമ്മാണത്തിലിരിക്കുന്ന ധാരാളം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈദരാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒന്നാണ് ഇത്. 1874 പ്രവർത്തനം ആരംഭിച്ച ഈ റെയിൽവേ സ്റ്റേഷൻ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഇത്. ഇപ്പോൾ സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ നൈസാമിൻ്റെ കാലഘട്ടത്തിൽ പണിത ബിൽഡിങ്ങുകളൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഇതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഇപ്പോഴത്തെ സ്റ്റേഷൻ്റെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ സാവധാനം ട്രാക്ക് നമ്പർ 6 വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. വളരെ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് ട്രാക്കും പ്ലാറ്റ്ഫോമും ഒക്കെ വളരെ വലുതാണ്. അതുകൊണ്ട് കുറേ ദൂരം ഓടിയെങ്കിൽ മാത്രമേ ട്രെയിൻ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ കാണാം നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ റെയിൽവേ മന്ദിരങ്ങൾ. ഞാനിവിടെ സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഹൈദരാബാദിന് പിന്നീട് പോകാമെന്ന് തീരുമാനിച്ചു. പിന്നീട് ഞാൻ പോയത് ബാസർ എന്ന സ്ഥലത്തേക്കാണ്. സെക്കന്ദരാബാദിനും മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന നാന്ദേഡ് എന്ന റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് ബാസർ. ധാരാളം വാഗൺ ട്രെയിനുകളാണ് മഹാരാഷ്ട്രയെയും തെലങ്കാനയും കണക്ട് ചെയ്തുകൊണ്ട് ഈ പാതയിലൂടെ കടന്നു പോകുന്നത്. ബാസർ എന്ന് പറയുന്നത് തികച്ചും ഗ്രാമീണമായൊരു മേഖലയാണ്.
അതുകൊണ്ട് നമുക്കിവിടെ കാണാം സാധാരണക്കാരായ ജനങ്ങളെ. എനിക്ക് പോകേണ്ടത് ബാസറിൽ നിന്നും സെക്കന്ദരാബാദിലേക്കാണ്. ധാരാളം കൃഷിഭൂമികൾ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസര പ്രദേശങ്ങളിൽ നമുക്ക് കാണാം. അങ്ങനെ ഇപ്പോൾ നാന്ദേഡിന് പോകുന്ന കൃഷ്ണ എക്സ്പ്രസ് വന്നു. അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇത്രയും ജനക്കൂട്ടം. ഈ വരുന്ന കൃഷ്ണ എക്സ്പ്രസ് സെക്കന്ദരാബാദിൽ നിന്ന് പുറപ്പെട്ട് നാന്ദേഡിനാണ് പോകുന്നത്. ഹസൂർ സാഹിബ് നാന്ദേഡ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് നാന്ദേഡ് റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. നാന്ദേഡ് റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിലെ നാന്ദേഡ് റെയിൽവേ ഡിവിഷനിലെ ഒരു 2ാം ഗ്രേഡ് നോൺ സബർബൻ വിഭാഗത്തിലെ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനാണ് ഇത്. കൃഷ്ണ എക്സ്പ്രസ് പോയിട്ടും കുറേ അധികം യാത്രക്കാർ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇവരെല്ലാം ഹൈദരാബാദിന് പോകാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പഞ്ഞി മിഠായി വിൽപ്പനക്കാരൻ കോലിൽ കുറേ പഞ്ഞിമിഠായുമായി റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ പോകുന്നത് കാണുന്നത്. അങ്ങനെ കൃഷ്ണ എക്സ്പ്രസ് ബാസർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സാവധാനം നീങ്ങി തുടങ്ങി. വൈകുന്നേരത്തോടു കൂടി ഞാൻ സെക്കന്ദരാബാദിൽ എത്തി. എന്നാൽ എനിക്ക് നാട്ടിലേക്ക് പോകേണ്ട ട്രെയിൻ ഇന്ന് പോയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. ഇതാണ് മുറി. റൂമിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഹൈദരാബാദ് മെട്രോയുടെ പാലമാണ്. ടോയ്ലറ്റിൻ്റെ ഡോർ തുറന്ന് ടോയ്ലറ്റിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഹൈദരാബാദ് മെട്രോയുടെ ബ്രിഡ്ജ്. പിറ്റേന്ന് രാവിലെ ജനൽ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് വളരെ സജീവമായിരിക്കുന്ന സെക്കന്ദരാബാദ് റെയിൽവേ പരിസര പ്രദേശമാണ്. അതോടൊപ്പം രാവിലെ തന്നെ കനത്ത മഴയും. ഈ മഴയത്ത് പുറത്തു പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് റൂമിൽ ഇരുന്നു കൊണ്ട് ജനലിലൂടെ പരിസര പ്രദേശങ്ങളെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അതേസമയം ഹൈദരാബാദ് മെട്രോ പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ ആ പകൽ മുഴുവൻ റൂമിൽ ഞാൻ വെറുതെ ഇരുന്നു. മഴ ഇപ്പോഴും തുടരുകയാണ്. രാത്രിയായപ്പോഴും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മഴ തന്നെ. അതോടൊപ്പം സജീവമായിരിക്കുന്നു റെയിൽവേ പരിസര പ്രദേശങ്ങൾ. പതിവുപോലെ അടുത്ത ദിവസത്തെ പ്രഭാതത്തിലും ജനൽ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ഇന്നലത്തെ പോലെ അത്ര സജീവമല്ലാത്ത ഒരു പ്രഭാതമാണ് കാണുന്നത്. കാരണം ഇന്ന് ഇവിടെ ബന്ദായതുകൊണ്ട് ഒരു ദിവസം കൂടി റൂമിൽ കഴിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇന്നൊരു സൺഡേയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള പള്ളിയിൽ പോയി തമിഴ് കുർബാനയും കണ്ടതിന് ശേഷം നേരെ റൂമിലെത്തി വീണ്ടും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വീണ്ടും പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതാണ് ഇവിടുത്തെ ഭക്ഷണം. വിഭവസമൃദ്ധമായ ആന്ധ്ര ഫുഡാണിത്. അതും കഴിച്ച് നേരെ റൂമിലേക്ക് വീണ്ടും വന്നു. അങ്ങനെ വീണ്ടും മെട്രോ ട്രെയിൻ പോകുന്നതൊക്കെ നോക്കിക്കൊണ്ട് റൂമിൽ വീണ്ടും അങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്.
നാട്ടിലേക്കുള്ള ട്രെയിനിൽ ഇരുന്നു കൊണ്ട് പുറത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര തുടരുകയാണ്. 햇살이 너무 좋았어. 그냥 모두 좋았어. 널 만나서 모든 게 다 잠에서 깨어나서 휴대폰을 먼저 보게 돼. 참 많이 변했다는가. 세상에서 താങ്ക് യു ഫോർ വാച്ചിങ്.